ആ 16 മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് തൃശൂർ നഗരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. തിരിച്ചറിവ് ഇന്ന് നമ്മുടെ പുതുതലമുറയ്ക്കില്ല. ബർത്ത്ഡേ ആഘോഷിക്കുന്ന പാറമക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ലോഡ്ജ് മുറിയിലേക്ക് പോലീസ് ചെന്നപ്പോ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെ ചോദിച്ചു, ചാലക്കുടി സ്വദേശിയായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന 15 ഗ്രാം MDMA എവിടെ? എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അറിവിൽ മികവുറ്റ SSLC മുഴുവൻ വിഷയത്തിൽ A+ വാങ്ങിയ, ഹയർ സെക്കൻഡറി മുഴുവൻ വിഷയത്തിൽ A+ വാങ്ങിയ, സയൻസ് ഗ്രൂപ്പ് മിടുക്കരായ ആ 16 മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് തൃശൂർ നഗരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അറിവില്ലാത്തതുകൊണ്ടല്ല, തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ 16 മെഡിക്കൽ വിദ്യാർത്ഥികൾ. അതിൽ 6 പേർ എൻറോൾമെന്റ് കഴിഞ്ഞവരാണ്, ബാക്കിയുള്ളവർക്ക് ഹൗസ് സർജൻസി ചെയ്യുന്നവരാണ്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന പാറമക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ലോഡ്ജ് മുറിയിലേക്ക് പോലീസ് ചെന്നപ്പോ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെ ചോദിച്ചു, ചാലക്കുടി സ്വദേശിയായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന 15 ഗ്രാം MDMA എവിടെ? ആരും ഉത്തരം പറയുന്നില്ല, ആർക്കും ഉത്തരമില്ല. അവസാനം ഈ 15 ഗ്രാം MDMA അവരിയ്ക്കുന്ന മുറിയുടെ കബോർഡിനകത്തുനിന്നും 15 ഗ്രാം MDMA അവരിയ്ക്കുന്ന മുറിയുടെ ബെഡിനടിയിൽ നിന്ന് 60 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവും പിടിക്കും. ഒരിക്കലും കൈവശം വെക്കാൻ പറ്റാത്ത, ഒരിക്കലും വിക്രയം ചെയ്യാൻ പറ്റാത്ത കടുത്ത സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആയ മെത്തലിൻ ഡയോക്സി മത്താംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ് കൈവശം വെച്ചതിന്, റൂമിൽ സൂക്ഷിച്ചതിന് പോലീസ് NDPS കേസ് രജിസ്റ്റർ ചെയ്തു. ആരും ഉത്തരവാദി എന്ന് ചോദിച്ച ചോദ്യത്തിന്, അന്വേഷണ ഉദ്യോഗത്തിന്റെ ചോദ്യത്തിന് ഈ 16 പേരും ഉത്തരം കൊടുത്തില്ല. ഞാനാണെന്ന് പറഞ്ഞ ആരും മുൻപോട്ട് വന്നിട്ടില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? അങ്ങനെ ആരും ഏറ്റെടുക്കാല്ല. അത് 16 പേരും ചങ്കുകളായിരുന്നു, 16 പേരും കട്ട കൂട്ടുകെട്ടുകായിരുന്നു, 16 പേരും ഒരാളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിക്കൊടുത്തില്ല. അവസാനം പോലീസിന്റെ FIRന്റെ പ്രതികൂളത്തിൽ 16 പേരുകൾ എഴുതി ചേർത്തു. 16 പേരുകൾ എഴുതി ചേർത്തു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്കിതുകൊണ്ട് പറയാനുള്ളത്, ആ 16 പേർക്കും കഴിവും പ്രാപ്തിയും പരിജ്ഞാനവും അറിവും എല്ലാം ഉണ്ടായിരുന്ന 16 മക്കൾ, ആ 16 മക്കളുടെ മാതാപിതാക്കൾ അത്തരം ആ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള അറിയപ്പെടുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുള്ള നല്ല കലാലയത്തിൽ വിട്ട് എന്റെ മകൻ ഇങ്ങനെ പഠിക്കണം, ഫീസൊക്കെ കുറച്ച് കൊടുത്താലും അവന് വിദ്യാഭ്യാസത്തിനകത്ത് അവന് കുറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ് അവനെ ഒരു ഏറ്റവും നല്ലതിലേക്ക് നയിക്കപ്പെടാൻ ഒരു കലാലയത്തിൽ കൊണ്ടാക്കിയ 16 കുഞ്ഞുങ്ങളെ, അവന്റെ ബാല്യ കൗമാര ശൈശവമൊക്കെ കടന്ന് ബാല്യവും കൗമാരവും ഒക്കെ എത്തി അവന്റെ മെഡിക്കൽ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് അവൻ ലിസ്റ്റിലൊക്കെ വന്ന് അവൻ എൻറോൾമെന്റ് എല്ലാം കഴിഞ്ഞു. 6 പേര്. ഈ 6 പേര് 2 എൻറോൾമെന്റ് കഴിഞ്ഞവർ 2 പേരും ഈ സാധനം ഉപയോഗിക്കുന്നവരാണ്. അവർക്കറിയാം ഒരിക്കലും ഇത് കൈവശം വെക്കാൻ പാടില്ല, ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ബോധമുള്ളവരാണ്. പക്ഷേ അവരെ 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ 16 പേരും 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പാലക്കാട് മലമ്പുഴ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അറിവില്ലാത്തതുകൊണ്ടല്ല, തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമുക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് തിരിച്ചറിവ് പകർന്നു കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ആ തിരിച്ചറിവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ അത് H2O, വെള്ളമാണ്, ജലമാണ്. ഇതൊരു അറിവാണ്, H2O. പക്ഷെ അതേ ജലം തന്നെ ഈ ബീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ അധികാരികൾ അതേ ജലം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഗസ്റ്റിന് വേദി ഇരിക്കുന്നവർക്ക് ദാഹിക്കും, അപ്പൊ ചോദിക്കാതെ വെള്ളം കൊടുക്കണമെന്നുള്ള അത് അവരുടെ അറിവല്ല, തിരിച്ചറിവാണ്. അപ്പൊ ഈ തിരിച്ചറിവ് ഇന്ന് നമ്മുടെ പുതുതലമുറയ്ക്കില്ല. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.